നമസ്കാരം. കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള വീടുകളുടെ പണി 410 വീടുകൾ പണി പുരോഗമിക്കുകയാണ്. ഈ വർക്ക് എങ്ങനെയാണ് നടക്കുന്നത് നോക്കുക. ഇതേപോലെയുള്ള നോക്കൂ, ഇതിന്റെ ഫൗണ്ടേഷൻ, ഇത് ഒരാൾ താഴെ നിന്ന് പൊങ്ങി വന്ന ഫൗണ്ടേഷനാണ്. ഇങ്ങനത്തെ 9 തൂണുകളാണ്. ഫൗണ്ടേഷന് വേണ്ടി 9 തൂണുകളാണ് പോകുന്നത്. 1 2 3 4 5 6 7 8 9 തൂണുകൾ. ഈ തൂണുകൾ ഇവിടെ നിന്ന് പൊങ്ങി വന്നിട്ട് ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ കമ്പി നോക്കുക, ഇത്രയും ഉറപ്പുള്ള നല്ല കനമുള്ള വലിയ കെട്ടിടത്തിന്, വലിയ ഫ്ലാറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പിയാണ് ഇവിടെ ഈ വീടിന് വേണ്ടിയിട്ട് ഇത്രയും ഉറപ്പുള്ള കമ്പി ഉപയോഗിച്ചിരിക്കുന്നത്. കാണേണ്ടവർ ഇപ്പോൾ വന്നാലേ കാണുള്ളൂ, പിന്നെ എന്തെങ്കിലും പറയരുത്, വന്ന് കാണണം. നോക്കുക, ഇത്രയും ഹൈറ്റിൽ, എൻ്റെ കൈയിൻ്റെ മുട്ടോളം ഹൈറ്റിൽ, എന്നിട്ട് ഇതിൻ്റെ ബീമാണ് വാർക്കുന്നത്. ഇതിൻ്റെ ചുറ്റും ഫുള്ള് ബീം വാർത്തെടുക്കുകയാണ്. എന്നിട്ട് കാണാം, നോക്കൂ, ഇത്രയും കട്ടിയിൽ ഇത് ആ ബീം വാർത്തെടുക്കുകയാണ് പൂർണ്ണമായി. ഒരു ചുറ്റുമല്ല, ഉള്ളിലൊക്കെ ആ ബീം, വീട് മുഴുവനായിട്ടും ബീം വാർത്തെടുക്കുകയാണ്. ഇനി നോക്കാം, ഇതാ തൂണ് പൂർത്തിയായി, അതിൻ്റെ കുത്തുകളൊക്കെ നീക്കി ആളുകൾ അതിൻ്റെ പടവ് ചെയ്യുന്ന ജോലി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടത്തെ നോക്കിയാൽ അതാ പണി തീർന്നു. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. പണി പൂർത്തിയായ വീട് നമുക്ക് അവസാനമായിട്ടൊന്ന് കാണാം. മോഡൽ വീട്, ഇത് ഈ രൂപത്തിലാണ് വീട് ഏകദേശം വരിക. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വീട് ഒന്ന് കയറി കണ്ടു കളയാം. ഇതാ മനോഹരമായ ഒരു ഹാള്, ബെഡ്റൂം 1 2 ബെഡ്റൂം അല്ലേ. ഇതാ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 1 ഇവിടെ ഉണ്ട്, 1 അറ്റാച്ച്ഡ്. ഇതാ അതാ ഇവിടെ കുളിമുറി മാത്രം. അതെ, ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റ് പണി തീർന്നിട്ടില്ല. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം. ഇതാ കിച്ചണ്, ഇവിടെ എല്ലാ സൗകര്യമുള്ള കിച്ചൺ. അതിൻ്റെ കൂടെ ഒരു ചെറിയ വർക്ക് ഏരിയ, ഇതാ വർക്ക് ഏരിയ ഇവിടെ ഉണ്ട്. ഈ വർക്ക് ഏരിയന്ന് കൂട്ടിയതല്ലേ? അതെ. അപ്പം മനോഹരമായൊരു വീടാണ്. ഇതുപോലത്തെ 410, ഇതേപോലെയുള്ള 410 വീടുകളാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. ഒരു മനോഹരമായ കാഴ്ചയായിരിക്കും. ഡിസംബറോടുകൂടി ഈ വർക്ക് തീരുമെന്നാണ് ഒരാളുകൾ പറയുന്നത്. എങ്കിൽ അത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു വിപ്ലവമായിരിക്കും. അതെ, ഭാവിയിൽ വീട് മുകളിലേക്ക് കൊടുക്കണം. അപ്പോൾ കൽപ്പറ്റ